എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അഭിശ്രീനെ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ അവരുടെ യൂട്യൂബ് ചാനൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 50 മിനിറ്റ് പുറത്തുള്ളൊരു വീഡിയോ ആണ്. ഇതിനകത്ത് ഇവരുടെ ആ ഒരു പ്രഗ്നൻസി ജേണിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ഇവരുടെ കുഞ്ഞ് ചിലപ്പോൾ ഇവരുടെ അടുത്ത് നേരെ തിരിഞ്ഞ് ചോദിച്ചേക്കാം, എന്തിന് നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ അന്നിട്ടു എന്നുള്ളത്. കാര്യം വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നാളുകളിൽ ആ കുഞ്ഞിനെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇട്ട് കൊടുത്തേക്കുന്ന, ഇവർ അറിഞ്ഞറിയാതെ ഇട്ട് കൊടുത്തേക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് മുന്നേ ഫസ്റ്റ് ആലോചിച്ചത്, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ ഇവർ ഈ പറഞ്ഞ സാധനം അതുപോലെ എങ്ങനെ ഇടുന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ആലോചിച്ചത്. കാര്യം പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് തന്നെ പറയുന്നുണ്ട്, ബ്രോ അവരെങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ബ്രോ അത് തന്നെ ഇടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കണം. എന്ത് ചെയ്യാനാണ്, അവർ പറയുന്ന സാധനമല്ലേ നമുക്ക് ഇടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും അവരുടെ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ജേണി അല്ലേ നമ്മുടെ ഈ 9 months അല്ല, നമ്മുടെ പ്രഗ്നൻസി ജേണി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാരേജ് മുതലാണ്. ഞങ്ങളുടെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് കാര്യം മാരേജ് മുതൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് കുഞ്ഞ് ആവുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും കുറേ പേരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അതായത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഇരുന്നിട്ട് നമുക്കുണ്ടായതാണ്. സോ ആദ്യമേ പറയാം, നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും പറയാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഇരുന്നതല്ല ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തതാണ്. നമ്മുടെ കരിയറിൽ അവർ കാത്തിരുന്നതല്ല എന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 7 മാസം മുന്നേ അവർ ഇട്ടേക്കുന്ന പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്രഗ്നൻസി റിവീൽ 7 വർഷത്തെ കാത്തിരിപ്പെന്ന്. അവർ കാത്തിരുന്നിട്ടല്ല എന്നുള്ളതാണ് വീഡിയോക്കകത്ത് പറയുന്നത്. പക്ഷെ അന്നിട്ടേക്കുന്ന വീഡിയോക്കകത്ത് 7 വർഷത്തെ കാത്തിരിപ്പെന്നാണ് കൊടുത്തേക്കുന്നത്. എന്നാണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. കാലത്തിന് ശേഷം നമുക്ക് കുറേ കാലത്തിന് മുമ്പ് നമുക്ക് ഇപ്പൊ ലൈക്ക് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രസന്ന വേണുഗോപാലിനെ തന്നെ ഡോക്ടർ, നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ലൈഫിലുണ്ടായിരുന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതെ, അവർ അതിനു മുന്നേ അതിനെ പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ടാണ് 7 വർഷത്തെ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോക്കകത്ത് ഇവർ പറയുന്ന ഒരു പോർഷൻ ഞാൻ ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം. 7 വർഷമായി. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം, ഭയങ്കര അല്ലെ, നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും എന്നെ കേൾപ്പിക്കൂല കേട്ടോ. കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളി ഞാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളൊക്കെ ചില പറയുമല്ലോ, അപ്പം അത് നമുക്ക് വിഷമം. എനിക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമായി. വീട്ടിൽ എല്ലാവരും ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി. നമ്മളേലും അവരായിരുന്നു എപ്പോഴും അമ്മമാരുണ്ട് ഒരു വിഷമം പറയുന്നത്. ഇടയ്ക്ക് പ്രാർത്ഥന ഉണ്ടാവും. 3 മാസം കഴിഞ്ഞ അതുവരെ ഞങ്ങൾ കൊണ്ട് നടക്കാം. അങ്ങനെ രണ്ടുപേരെന്തെങ്കിലും അവരുടെ ആ ഒരു ആനന്ദാശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിൻ്റെ ഒക്കെ സന്തോഷമാണ് ഇവരെ ഇവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി 1 വർഷം മുന്നേ ഇവർ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 1 വർഷം മുന്നേ ഇട്ടേക്കുന്നത് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന ഒരു പോർഷനോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ കാര്യത്തിൽ അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റിംഗ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഇപ്പം എന്നുള്ള ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അതിപ്പോൾ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധറാവില്ല. കാണുന്ന നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ സംഭവം അവർക്ക് ആ ഒരു കാത്തിരിപ്പ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്ന രീതിയിലാണ് ഇവർ ടൈറ്റിൽ അന്നത്തെ പല വീഡിയോസിനകത്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇത് കമന്റ് ബോക്സിലാണ് ആൾക്കാർ തൂക്കുന്നത്. കാര്യം നിങ്ങൾ പണ്ട് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഞങ്ങൾ കാത്തിരുന്നില്ല എന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പം എന്താണ് മാറ്റി പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഓഡിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവസാനം ഈ ഒരു വ്യക്തിക്ക് തന്നെ ഇത്തരത്തിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വരേണ്ടി വരികയാണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് പറയാമെന്ന്.
എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ അന്ന് എന്ത് പറഞ്ഞു ഇന്ന് എന്ത് പറയുന്നു എന്നൊക്കെ ആൾക്കാർ ഇത് ഓഡിറ്റ് ചെയ്യും, അവരുടെ മനസ്സിൽ ഇത് ഓർമ്മയുണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് കുറേ കോംപ്ലക്സുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ പുള്ളിക്ക് ആ ഒരു കാലിന് വയ്യാത്ത ഒരു സംഭവം ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുന്നിൽ പുള്ളിക്ക് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നലുകൾ പുള്ളിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്ത് കാര്യം വന്നാലും ആൾക്കാരിപ്പം വെറുതെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പുള്ളിക്ക് ഭയങ്കരമായിട്ട് കയറി കൊള്ളുന്നുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതായിരിക്കാം ആ ഒരു രീതിയിൽ പലപ്പോഴും മാറ്റി മാറ്റി ഞങ്ങൾ കാത്തിരുന്നല്ല അന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ പറയുന്നത് അന്ന് കാത്തിരുന്നാണെന്ന് പറയുന്നത്, അങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ ഒരു കോംപ്ലക്സിന്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം പുള്ളി ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ടാവുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു സാധനം നമുക്ക് അതോടെ കേൾക്കാം. അത് ഈ ബിഗ് ബോസിന് മുന്നാണ് കേട്ടോ, അതിന് മുന്നേ വരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, നമ്മൾ സ്റ്റേബിൾ ആയിട്ടില്ല എന്നൊരു ഇതായിരുന്നു. പിന്നെ ആഫ്റ്റർ 1 year ആണ്, അതായത് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒറ്റ ഓപ്ഷൻ പ്രസന്ന വേണുഗോപാൽ, അവർ മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. കാര്യം നമുക്ക് അത്രയും നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് പിന്നെ ടൈമിൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് തന്നു. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് ഡോക്ടറിനെ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഒരുപാട് ഹോസ്പിറ്റൽസിൽ നിന്ന് നമുക്ക് കോൾ വന്നു, നിങ്ങൾ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, നിങ്ങൾ പ്രൊമോഷൻ രീതിയിൽ ചെയ്യാം. ഞങ്ങൾ പക്ഷേ ഒന്നും നോക്കിയില്ല, നമ്മൾ പ്രസന്ന മാമിൻ്റെ അടുത്ത് തന്നെ പോയി. നമുക്ക് ഒരു കംഫർട്ട്നെസ് ഉണ്ടല്ലോ ആ ഒരു ഇവരുടെ പറഞ്ഞിട്ടല്ലോ, അതായത് ഡെലിവറിയുടെ ഒരു സംഭവത്തിനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം, നിങ്ങളൊരു കൊളാബറേഷൻ രീതിയിൽ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ സംഭവം പറഞ്ഞില്ല. പൊന്നു ഗൈസ്, എന്തോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് കമന്റ് ഇട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ, ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ ചെയ്ത് തുടങ്ങുക ഗൈസ്. നിങ്ങളും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവുക ഗൈസ്. ജീവിതത്തിൽ എന്തോരം ചിലവുകൾ നമുക്ക് ഇങ്ങനെ കൊളാബറേഷൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ള അറിയാവോ? കാര്യം ഡെലിവറിയുടെ കാര്യത്തിൽ പോലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊളാബറേഷൻ്റെ കാര്യം കൊണ്ട് വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിലവുകൾ കുറയാണ്. ഇവരത് ചൂസ് ചെയ്തില്ല എങ്കിൽ പോലും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമുക്ക് വലിയ ചില ചിലവുകൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റും. സോ സ്റ്റാർട്ട് കണ്ടന്റ് ക്രിയേഷൻ ടുഡേ, നോട്ട് ടുമാറോ. ടുഡേ, ഇന്ന് തുടങ്ങണം. പണ്ട് ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കളിയായിക്കൊണ്ട് നടന്ന ആൾക്കാരൊക്കെ ഇപ്പം മൂഞ്ചി തെറ്റി നിൽക്കുന്ന, അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം നല്ല നിലയിൽ എത്തിയിട്ട് ബിഗ് ബോസിലും സിനിമകളിലും ഒക്കെ ചെയ്തിട്ട് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും സമയമില്ല ഗൈസ്, സമയം വൈകിക്കരുത് ഗൈസ്. ഓരോ ദിവസം കഴിയും തോറും പുതിയ കണ്ടന്റുകളുടെ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പുതിയ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം, അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കാണുന്ന ഭാഗങ്ങളാണ്. ഇവർക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ്റെ കാല് പോലെ മോനെ എൻ്റെയും കാലിന് മോൻ്റെ കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും തോന്നല്ലേ, കണ്ടപ്പോൾ ചോദിച്ചത്. വളരെ നോർമലായിട്ട് ഒരാൾ ഇട്ടേക്കുന്ന, ബിജി ജയകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടേക്കുന്ന ഒരു നോർമൽ ഒരു കമൻ്റ് ആണ്. ഇപ്പം ആൾക്കാർ അവരുടെ ഓഡിയൻസിന് ഇതിൽ കൺസേൺ ആവുമല്ലോ. ഇപ്പം ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കാലിനൊരു ഇഷ്യൂ ഉള്ളതുപോലെ തന്നെ ഇനി ആ കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺസേൺ ആ ഒരു രീതിയിൽ പറഞ്ഞ ഒരു നോർമൽ കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ആ കോംപ്ലക്സുകൾ കൊണ്ടിട്ട് അത് പൊളിഞ്ഞിട്ടായിരിക്കാം ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ട്രിഗേർഡ് ആയിട്ടുണ്ടായിരിക്കാം. കാര്യം വീണ്ടും എഗെയിൻ പുള്ളിയുടെ ആ ഒരു ഹെൽത്ത് പരമായിട്ട് ആ ഒരു രീതിയിലുള്ള ട്രിഗർ ചെയ്യുന്ന രീതിയിലാണെന്നുള്ള പുള്ളിക്ക് ആ ഒരു മൈൻഡ് തോന്നിയേക്കാം. അത് ഓരോരുത്തർക്കും ട്രിഗർ ആവുന്നതും അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമുക്ക് പുറമേ നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കമന്റ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു വന്നേക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും, അയാൾക്ക് നേരിട്ട് വന്നേക്കുന്ന കളിയാക്കലുകളും അവഗണനകളും, സിനിമയ്ക്കൊക്കെ പോയിട്ട് ഈ കാലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം കിട്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഈ വരുന്ന ചെറിയ സാധനങ്ങളാണെങ്കിൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ട്രിഗേർഡ് ആയേക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി തന്നെ ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ദേഷ്യം കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ബിഗ് ബോസിനാണോ പോകേണ്ടത്, വേറെ വല്ല പരിപാടിക്കല്ലേ നിങ്ങൾ പോകേണ്ടത്? ആ ഒരു കാര്യം കൂടെ ഞാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാണെങ്കിലും ഇങ്ങനെ ഒരു കമന്റ് വന്നതിന് ശേഷം പുള്ളിക്ക് ആ ഒരു ട്രിഗേർഡ് ആവുന്നത്, അല്ലെങ്കിൽ അതിനൊരു മറുപടിയായിട്ട് പുള്ളി അങ്ങനെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയടോ, ഇങ്ങനെയൊക്കെ പറയടോ, അത് നമുക്ക് കേൾക്കാം. എന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല്, ഒന്നും തോന്നരുത്. ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്, ഏട്ടനും കുഞ്ഞുകൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ഗൈസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ഗൈസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാം. ഈ ദിവൾക്ക് മാത്രം അറിയുന്ന ആ ഒരു കാര്യം എന്താണ് പറയൂ ചേട്ടാ. ഞാൻ പറയാം, എന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്. എന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്. അല്ല, ചേച്ചിക്ക് മാത്രം അറിയുന്ന കാര്യം ഇപ്പൊ ലോകം മൊത്തം അറിഞ്ഞില്ലേ അല്ലേ ചേട്ടാ? ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ബ്ലാക്ക് ആണോ ചുവപ്പാണോ വേറെ എന്തെങ്കിലും കളറാണോ എന്ന് ആൾക്കാർക്ക് അറിഞ്ഞിട്ട് എന്നാ കിട്ടാനാ ചേട്ടാ? ഈ ചെറുക്കന് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ആ ചെറുക്കൻ അതുപോലെ കിട്ടും. വാവ്, 2026 ദ ബെസ്റ്റ് ഫാദർ.
അല്ലേ? ബെസ്റ്റ് ഫാദർ ഓഫ് 2026 നിങ്ങൾക്കാണ് ആ ഒരു അവാർഡ് കിട്ടാൻ പോകുന്നത്. കാര്യം തനിക്കും തൻ്റെ കുഞ്ഞിനും ഒരേ സ്ഥലത്ത് ഒരേ മറുകുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇനി നാളുകളിൽ ഈ കുട്ടി സ്കൂളിലൊക്കെ പോകുന്ന സമയത്തേക്ക് അവരാരെങ്കിലും ഈ ഒരു വീഡിയോ കുത്തിപ്പൊക്കിയിട്ട് ഇവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നേരെ സ്കൂളിൽ ചെയ്യുന്ന സമയത്തേക്ക് എടാ നിനക്ക് മറ്റടുത്ത് മറകില്ല നിന്റെ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കളിയാക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. വാവ്, സൂപ്പർ ആയിരിക്കും അല്ലേ? ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഇന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ലേഡി ആയിരിക്കാം, നിങ്ങളൊരു ബോയ് ആയിരിക്കാം, വാട്ട് എവർ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ വേണ്ടി ഇതുപോലെ ഒരാൾ വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കളിയാക്കുക എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കിന് കേൾക്കുമ്പോഴത്തേക്കിന് ഭയങ്കര അഭിമാനമായിരിക്കും നിങ്ങൾക്ക് ഇത് തോന്നുക. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ? ആ ഒരു കുഞ്ഞിൻ്റെ പ്രൈവസി, ആ കുഞ്ഞ് വളർന്നു വരട്ടെ, ആ കുഞ്ഞിന് ആ ഒരു പ്രൈവസിയിലോട്ട് ചെറുപ്പത്തിൽ നിങ്ങൾ ആൾക്കാരിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. അച്ഛനും മോനും ഒരേ സ്ഥലത്ത് ഇത്തരത്തിൽ മറകുണ്ട് അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ പബ്ലിക്കിന്റെ മുന്നിലോട്ട് ആ കുഞ്ഞിന്റെ പ്രൈവസി പോലും മാനിക്കാതെ നിങ്ങൾ കൊണ്ടിടുകയാണ്. ആ കുഞ്ഞൊരു ഇൻഡിവിജ്വലാണ്, അത് മനസ്സിലാക്കുക. ശരിയാണ്, നിങ്ങളുടെ മകനാണ് എന്ത് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ? ഇതൊക്കെ എങ്ങനെ ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന് ആലോചിച്ചു ഈ ഒരു മാർഗമുണ്ട്. ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ മുമ്പ് എന്റെ ചെറുക്കനും എനിക്കും ഉണ്ട് കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റൂല. എനിക്ക് എന്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയി പോകും ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരും. അതെന്ത് ചേട്ടാ, യൂട്യൂബ് സസ്പെൻഡ് ആകത്തില്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ലിങ്ക് ഇടും, എന്നിട്ട് അതിനകത്തോട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു കൊടുക്കും. കണ്ടില്ലേ ഗൈസ്, എൻ്റെ ഇതിനകത്ത് നാണ്ട് ഇവിടെ ഇങ്ങനെ മറുകുണ്ട്, വാ കണ്ടു നോക്കെ ഇങ്ങനെ പറയുക നിങ്ങൾ. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അയച്ചു കൊടുത്തു, നിങ്ങൾക്ക് അത് പ്രശ്നമായിരിക്കും. പക്ഷെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ ഒരു കുഞ്ഞൊരു ഇൻഡിവിജ്വൽ, ആ കുഞ്ഞിൻ്റെ ഒരു പ്രൈവസിക്ക് നിങ്ങൾക്കൊരു വിലയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല ഇനിയുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാന്ന്. തൊട്ടിപ്പുറത്ത് വൈഫ് ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ, എൻ്റെ ഹസ്ബൻഡ് ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര പ്രൗഡ് ആവുന്നു. അപ്പൊ 2026 ദ ബെസ്റ്റ് ഹസ്ബൻഡ് അവാർഡ്സ് ഗോസ് ടു അഭിശ്രീ. ആ ഒരു വ്യക്തിക്കാണ് ബെസ്റ്റ് ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫാദറിന്റെ അവാർഡ് കിട്ടുന്നത്. ആ ഒരു വ്യക്തിക്ക് തന്നെയാണ്. വാവ്. എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ ഒന്ന് ഇത് ചെയ്ത് കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിന് കാല് വയ്യേ. എൻ്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ഇത് വന്നു? അത് വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പുക്കിൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെ ഉണ്ട്, അല്ല ഒരു പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ ഞങ്ങൾ മുന്നിലുള്ളതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ ഒരു കൺസേൺ ആവുന്നതും നിങ്ങളുടെ വൈഫിൻ്റെ കാര്യത്തിൽ കൺസേൺ ആവുന്നതും നിങ്ങൾക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് നിങ്ങൾ വന്നിട്ട് ഈ നിങ്ങൾ ആ ഒരു കമൻറ്റിൽ നിങ്ങൾ ഒഫൻഡഡ് ആവുന്നത് അത്ര വലിയ ഒഫൻഡഡ് ആവേണ്ടുന്ന ഒരു കമൻ്റ് ഒന്നും അല്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ അതായേക്കാം, നിങ്ങൾക്ക് അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് തോന്നുമായിരുന്നു. പക്ഷെ എന്ന് എഴുതിയിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈ മറുകിൻ്റെ കാര്യമൊക്കെ എടുത്ത് വെച്ചിട്ട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ പറ്റിയിട്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ആണ് ഇതുപോലെ നിങ്ങളെ പറ്റിയിട്ട് അന്ന് ഇതൊരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ കാലിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകൾ, ഇപ്പം സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റാത്ത പോകുന്നതിൻ്റെ പല അവഗണനകൾ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പല ഇടത്തും കളിയാക്കലുകളും അങ്ങനത്തെ അകറ്റി നിർത്തലുകളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലേ? അപ്പം അതാ ഒരു പുക്കിൾക്കൊടിയിൽ കാലിങ്ങനെ ഉടക്കിപ്പോയതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ പറയുന്നുണ്ട്. അതല്ല, പകരം നിങ്ങളെ ഇതുപോലെ മറ്റൊരു രീതിയിൽ അന്ന് അവർ നിങ്ങളുടെ പേരൻസ് ഇതുപോലെ ഒരു വ്ളോഗേഴ്സ് വല്ലതും ആയിരുന്നെങ്കിൽ അന്ന് ഇട്ടേക്കുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഇതുപോലെ എന്തെങ്കിലും അപരാധം വന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു അപരാധം കാരണം നിങ്ങൾക്ക് ഇന്ന് നാണക്കേടുകൾ, ആൾക്കാരുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നുന്നു. ജസ്റ്റ് ആ കുഞ്ഞിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുക. ആ കുഞ്ഞിന് ഇന്ന് ആ കുഞ്ഞിനെ സംസാരിക്കാനോ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അറിവോ കാര്യങ്ങളൊന്നും ആ ഒരു കുഞ്ഞിനായിട്ടില്ല. പക്ഷെ നാളെ ആ കുഞ്ഞിനകത്താവില്ലേ? ആവുന്ന സമയത്തേക്ക് വാവ്, എൻ്റെ അച്ഛൻ നിന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അവിടെ ഒരു മറുകുണ്ട്, എൻ്റെ അച്ഛൻ്റെ എനിക്ക് ഒരേടത്താണ് മറുകെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് പ്രൗഡായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും എനിക്ക് ഒന്നും പറയാനില്ല. തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കില്ല. ചേച്ചി അവിടെ ഇരുന്നിട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ ശരിയാണ്, എൻ്റെ ഭർത്താവ് ഈ പറയുന്ന ഫാമിലിക്കാരെ നിങ്ങൾക്ക് കാണണോ, വന്ന് വീട്ടിൽ ഒന്നും നോക്കിയാൽ എൻ്റെ ഹസ്ബൻഡ് കാണിച്ചിരുന്നു പറയുമ്പോഴത്തേക്ക് പ്രൗഡായിട്ടിരിക്കുന്നു. വാവ്, സൂപ്പർ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.